ഒരു ഹായ് പറ എല്ലാവരും. കൈ കാണാൻ പറ്റാണല്ലോ. ഞാൻ വന്ന വരെ കൈ പൊക്കി പിടിച്ച് വേവ് ചെയ്തോണ്ടിരുന്നോളണം. ഹെഡ് മിസ്ട്രസ് തിരക്കാം. റീലല്ല, വ്ളോഗാ ഫുള്ള് വരും. ആ ബ്ലോക്കല്ല, വ്ളോഗ്. ആ ഇതാരത് കണ്ടില്ലല്ലോ. ആ ചേട്ടനെ നെഞ്ചെവിടെ പിരിച്ചുപോയി. എന്താ ഭംഗി. ഒരു ചേട്ടാ രാവിലെ എങ്ങനെയാണ് എന്റെ ഈശോയെ സൈമണ് ഇത് കൊടുക്കാത്ത സൈമൺ ദേഷ്യപ്പെട്ടിരിക്കണോ? ചിരിച്ചിരിക്ക്, മൈക്ക് തരാം. വലിയേട്ടാ സാധിച്ചേട്ടായി അയ്യോ വിക്രമൻജി. ആ കൂളിംഗ് ഗ്ലാസ് റെഡിയായി. എന്റെ കർത്താവേ എനിക്ക് വയ്യ. ഹായ് എടാ വാ വിളിക്കല്ലേടാ രാവിലെ, വ്ളോഗാണിത്. ഹായ് ഇട്. വല്ല പരിചയമുണ്ടോ നിന്നെ? ഞാൻ വിചാരിച്ച ഏതോ ഭീകരം കേറിയെന്ന്. ഹലോ നീ ഉണ്ടായിരുന്നോ? ഹായ് പറ. അവനല്ലേ ഫോട്ടോഗ്രാഫർ. എന്ത് കാലങ്ങളായി നമ്മുടെ മനസ്സിൽ വളരെ നൈർമല്യമുള്ള നമ്മുടെ ഓർമ്മകളെ വീണ്ടും വീണ്ടും നൈർമല്യത്തിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്ന ഈ നമ്മുടെ യാത്രയെ സർവേശ്വരന്റെ മഹാചൈതന്യത്തിന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും നിറക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ഉറക്കി. ദൈവസ്നേഹം നിറയ്ക്കണേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. പേഴ്സൽ നോക്കോ. ഹായ് പറ. എന്നും എന്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എൻ മുളത്തണ്ടിൽ ചൊല്ലിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങൾ, മോഹം കൈ നീട്ടുന്നു. എങ്ങനെയുണ്ട് ദോശ? ദോശ നല്ല കഴിച്ചു. പ്രാണം പെടുന്ന ഒരു ഫോട്ടോ. നിലപാടു നിന്ന തിരുമേനി മാത്തലകൈ ചെറിഞ്ഞു പടകൾ നയിച്ചകളിൽ നിന്റെ ഉണ്ണിക്കരങ്ങേറുവാൻ അരിയ മണ്ണിന്റെ മുല്ലെന്ന തീരങ്ങൾ പറയുമാമാങ്കം പലകുറി കൊണ്ടാടി ഇലയുടെ തീരങ്ങൾ നാവായിൽ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി. ആൺകിളിയോ വനവേടൻ വീശിയ വലയിൽ വീണു, മണിമുത്തു മുള്ളിൽ ഞെരിഞ്ഞു താണു, ഒരു കൊച്ചു സ്വപ്നത്തിൻ പൂവിടർന്നു, ഒരു കോടും കാട്ടിലതാരറിയാൻ ഒരു കുഞ്ഞു മെഴുകു. റോച്ചാസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്.
എങ്ങനെയുണ്ട് ബീഫ് ഫ്രൈ? അടിപൊളി. ലോകത്തിന്റെ ഏത് കോണിലായും ഞങ്ങളുടെ വിക്രമൻ ബീഫ് ഫ്രൈ കഴിച്ചിരിക്കും. ഇനിയാണ് ഈ പ്ലേറ്റ് എടുക്കേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സൂപ്പറായിരുന്നോ? ഇനി എത്ര മണിക്കാണ് അടുത്ത ഫുഡ് വേണ്ടത്? ഡ്രീം വാലി റിസോർട്ട് വട്ടവടയിലെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഓരോരോ റൂമുകളിൽ കയറി. അപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക നറുക്കെടുത്ത് ഓരോ റൂമുകളിലേക്ക് എൻട്രി ചെയ്യുക ചെയ്തത്. അപ്പോൾ ബ്യൂട്ടിഫുൾ വ്യൂ ആണിവിടെ. ഇപ്പോൾ ജോജിയും റാണിയും അവരുടെ റൂമിൻ്റെ ബാൽക്കണി എൻജോയ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മളെല്ലാവരും വിക്രമാദിത്യന്റെ മുറി കാണാൻ പോവുകയാണ്. വിക്രമാദിത്യൻ വരൂ. വട്ടവടയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പല മുറികളിൽ ഷൂട്ടിങ് ചെയ്യാണ്. അപ്പോൾ ഈ മുറി ആരുടെയാ?
ഞങ്ങളുടെ വിക്രമന്റെയും ശ്രീകലയുടെയും മുറിയിലേക്ക് സ്വാഗതം. ഒരേ സെക്കൻഡ് ആണോ നമ്മുടെ? അതെ അതെ അത് തന്നെ. ദിസ് വൺ. അടിപൊളി ആംബിയൻസ്. വാവ്. ഓ മുറി ഇത് നമ്മളാക്കി എടുക്കേണ്ട വരുന്ന തോന്നണേ. വരൂ. അടിപൊളി ആംബിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ ആംബിയൻസ്. ഇവിടെ ഒരു അടിപൊളി മിററൊക്കെ ഉണ്ട്. മച്ചിട്ട മുറി, ഒരു ഗൃഹാതുരത്വം. മച്ചി കാണിക്ക്. ഓ മൈ ഗോഡ്, അതിലെ ഏറ്റവും ഭംഗിയുള്ളത് ഈ സ്ഥലം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ നടന്നു പോലെ. ഓ ഞാൻ കഷ്ടപ്പെട്ടത് കാണിക്കുക. ഇത് ടെന്റ്. ജോജി, ഹായ് റാണി, എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇതിന്റെ ആംബിയൻസ്? ജോജിയുടെ അഭിപ്രായം എന്താ? നല്ലതാണ്. അപ്പൊ വന്ന് കേറിയിട്ടുള്ളൂ, നമ്മൾ ഇനി അസസ് ചെയ്യണം, തുടങ്ങാം. അപ്പൊ ആഘോഷം ഇവിടെ തുടങ്ങുവാണ്. ഈ ഹൗസിന്റെ ഓണറെ പരിചയപ്പെടുത്താം. ആരത്? ഹൗസിന്റെ ഓണർ ശ്രീകല. വിക്രമൻ കേക്കണ്ട. സാജ് ആണോ? ഈ ഫ്രൂട്ട് കഴിച്ചാൽ ആയുസ് കൂട്ടുമെന്ന് പറയണു. പേറാന്ന് പറയുന്നു, പീച്ചാന്ന് പറയുന്നു. കഴിച്ചവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രം അറിയില്ല. ഇത് ആന്റണി മെൻഡസിന്റെ പാലസ് ആണല്ലേ? ഓ മോൻ ചായ കൂടി തുടങ്ങിയോ? ഉണ്ണിയപ്പം വേണോ? വേണ്ട. കിളിവാതിൻ ചില്ലിലൂടെ നിൻ കിന്നാരം. അയ്യോടാ, ആരോ ജയിലിലടച്ച പോലെയുണ്ട്. മാഡം, ഫ്രം വേർ ആർ യു മാഡം? ഓ conjunctivitis. Okay, that's the thing. സൈമണും യൂജിനൊക്കെ സ്വിം ചെയ്ത് ഇനി പാറക്കെട്ടുകളിലേക്ക് തെറിച്ചു പോകുമെന്നാണ് സംശയം. അത്രയും എൻജോയ് ചെയ്യാണ്. അത് തന്നെ. ഓ ഭാരത് പെട്രോളിയം ആ സ്നേഹം. അവനവന്റെ തന്നെ ഫോട്ടോ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ചേച്ചി. എങ്ങനെയുണ്ട് സാച്ചടെ ചെമ്മീൻ? എങ്ങനെയുണ്ട്? ഒന്ന് എടുക്ക. യൂണിഫോം ഇട്ടില്ലേ? കഴിച്ചിട്ട് വേഗം പറ. ചേട്ടാ, വൈഫ് ഉണ്ടാക്കിയ ചെമ്മീൻ എങ്ങനെയുണ്ട്? ചെമ്മീൻ. നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്ക് ഇത്രയും വലിയ നല്ല പ്രോൺസ്, ഇത്ര ക്വാളിറ്റി ഉള്ള ഇത്ര നല്ല പ്രോൺസ്, ഫ്ലഷ് ആയിട്ടുള്ള ഇത്രയും വലിയ പ്രോൺസ് നമുക്ക് അവൈലബിൾ ആവുന്നില്ല കേരളത്തിൽ. പക്ഷെ നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ഈ പ്രോൺസ് എക്സ്പോർട്ട്. ചേട്ടനോട് എസ്സേ തയ്യാറാക്കാനല്ല പറഞ്ഞേ, ചെമ്മീൻ രുചി ഉണ്ടോ ഇല്ലയോ. ചേട്ടൻ കണ്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണമെന്നോർത്ത്. ഇത് അയർലൻഡിലേക്ക് എക്സ്പോർട്ട് പോകുന്ന ഈ ചെമ്മീൻ, ഈ പ്രോൺസിന്റെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് നമുക്ക് ഇവിടെ ഇവര് നമുക്ക് ഒരുക്കി തന്നത്. ആഡ് ചെയ്യാൻ പോയിന്റ് ഉണ്ടോ? ഇതെല്ലാം ഓരോരുത്തർക്കും ഉള്ള, ഒരാൾക്കുള്ളതല്ല. ഇതിന് ഓരോ ചെമ്മീനും ഓരോ രുചി ആയതുകൊണ്ട് എല്ലാം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് പ്രായമാകും പോകണം.
కోనే వేస్తే పట్టి పట్టి చూస్తారు ఒక్క కాదు కౌను కాదు కట్టులోన ఏమో అంటావా అంటావా మామా అంటావా అంటావా మామా నల్ల నల్ల గుంటే ఒకడు అల్లారల్లరి చేస్తాడు తెలుగు నలుపు ఎత్తుకుంటే ఒకడు ఎత్తి గంతులేస్తాడు కురుసా గుంటే ఒకడు మురిసి పోతాడు ఎత్తు కాదు కురుస కాదు నీకు సత్యం చెబుతాను అందిన పొత్తుకుంటే ఒకడు ముద్దుకున్నావంటాడు సన్నం గుంటే ఒకడు సరదా పడిపోతుంటాడు ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ. ഒരു മലയുടെ ഒരു സൈഡ് മുഴുവൻ വെയിലായി കഴിഞ്ഞു, നേരം വെളുത്തു. പക്ഷെ നമ്മുടെ റിസോർട്ടിന് അങ്ങോട്ട് വെയിൽ വന്നിട്ടില്ല. കുഴപ്പമില്ല. വാക്ക് മല കയറി ആ കൊള്ളാം. കേരളം മുഴുവൻ ചുട്ടുപൊള്ളുന്ന ഈ അന്തരീക്ഷത്തിലുണ്ടല്ലോ നമ്മളുടെ ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം, ഈ വട്ടവടയിൽ ഡ്രീം വാലി എന്ന് പറയുന്ന റിസോർട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും നല്ല തണുപ്പാണ്. അപ്പോൾ 11 മണിയുടെ ചൂട് അടിച്ചു വരുമ്പോഴും തണുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ തൊക്കിനുള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പാണ്. അതുപോലെ തന്നെ രാത്രി ഇവർ പറഞ്ഞു വരുന്ന കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ മഞ്ഞായിരുന്നു, എന്താണ് -1 വന്ന മഞ്ഞായിരുന്നാണ് അവർ പറഞ്ഞത്. മക്കളെ എങ്ങനെയുണ്ട് പൂരിയൊക്കെ? അതൊന്നും തുടങ്ങിയിട്ടില്ല.
മേഡം അമേരിക്കയിൽ നിന്നാണോ? ഓ അതെ, ആദ്യം ബ്രെഡ് കഴിച്ചിട്ട് എന്തും കഴിക്കൂ അല്ലേ? ചേട്ടൻ ജ്യൂസ് എവിടെ നിന്നാ കിട്ടിയേ? ഡാഡിയും കൂടെ പോയി ജോയിൻ ചെയ്യുക അതിൻ്റെ കൂടെ. ഇത് ബ്ലോഗാണ് കേട്ടോ, ഇതെല്ലാം വരും. കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി തോന്നാത്തത് കേട്ടോ. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. പാട്ട കുപ്പി കന്നാസേ. ഫ്ലവേഴ്സിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറയാൻ ചേട്ടൻ പൂക്കളുടെ ബ്യൂട്ടി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ചേട്ടനാണ്. അപ്പൊ ഡ്രീം വാലി റിസോർട്ടിനെ കുറിച്ച് 2 വാക്ക്. സൈമൺ തുടങ്ങിക്കോ. 2 വാക്ക്. പ്രകൃതി ഒരുക്കി തന്നുള്ള മനോഹരമായ ഒരു വിരുന്നാണ്, കാഴ്ചയുടെ വിരുന്ന്. മാത്രമല്ല കേരളം മുഴുവൻ ഉഷ്ണത്തിന്റെ താപത്തിൽ ഇങ്ങനെ വേവുമ്പോ ഈ ഗ്രീൻ വാലി റിസോർട്ടിന്റെ അകത്തളത്തില് ഉറപ്പായിട്ടും നമുക്ക് നല്ല ഇപ്പോഴൊരു 11 മണി സമയത്തേക്ക് വരികയാണ്. നല്ല വെയിലുണ്ട്. ഇപ്പോഴും നല്ല പ്രത്യേകിച്ച് വേറെ വാക്കുകളൊന്നും ഉച്ചരിക്കാനാവുന്നില്ല. സൈമനെ ഞാൻ പിന്താങ്ങും. അടിപൊളി. ഇനി നമ്മുടെ യൂജിൻ എന്താ പറയാനുള്ളത്? വളരെ മനോഹരമായ കാഴ്ചകളും നല്ല കാലാവസ്ഥയും അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മളുടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കാരക്കൽ, സോറി ഒരു ചെറിയ മാറ്റം, 2 സ്റ്റേഷനും കൂടെ ട്രെയിൻ വിട്ടാലാവും കാരക്കല്. അപ്പൊ കാരക്കലിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ചിച്ചി, ഞങ്ങളുടെ അക്കൗണ്ടന്റ്, ഇപ്പൊ സംസാരിക്കുന്നത്. എങ്ങനെയുണ്ടായി സ്വിമ്മിംഗ് പൂളിലൊക്കെ? ഇനി ഞങ്ങളുടെ നന്ദു, ആലുവ പുഴയില് ഇഷ്ടംപോലെ നീന്തി കളിച്ചിരിക്കുന്ന നന്ദു. അതേ സാഹചര്യങ്ങളോ നോക്കി പറ. അടിപൊളി. അതിന് പ്രസന്ന 2 വരി കവിതയോടെ. ഇത്ര ഓർക്കണിട്ട് റിസോർട്ട് 9 മണിക്ക് കിടന്നിട്ട് 6:30ക്കാണ് ഞാൻ എഴുന്നേറ്റത്. 2 വരി കവിത. 2 വരി കാലാവസ്ഥ. മകനേ ഇതിന്റെയുടെ പൂപ്പടം, വന്ധ്യയുടെ വയർ വിളർന്നൊഴുകും വിലാസവേഗം പോലെ വരവരകൾ നദികൾ പരമ്പരകളറ്റവർ മുണ്ടിത ചിരസ്കരാം കാവിമൺ പുറ്റുകൾ. അരെ വാ വാ വാ. നന്ദുവിനോട് പറഞ്ഞതാ. രണ്ട് വാക്കല്ലേ? സുഖം, സുഖകരം. ഇനി താഴെ ഇരിക്കുന്ന എല്ലാം ഒരു പറ്റം ടീച്ചർമാരാണ്. തുടങ്ങിക്കോ. അടിപൊളി, നല്ല കാലാവസ്ഥ, നമ്മുടെ ചൂടിന് ഒരു ആശ്വാസം. സൂപ്പർ സൂപ്പർ നാച്ചുറൽ സൂപ്പർ. എല്ലാവരും പറഞ്ഞോ? റാണി ആന്റി. ഓക്കെ. അപ്പൊ ഡ്രീം വാലിയിലെ സ്റ്റേയെ കുറിച്ചും ഒക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് സൈസ് വെച്ച് ആരും നോക്കരുത്. ഇത് ഞങ്ങളുടെ സെന്റ് മേരീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ഹെഡ് മിസ്ട്രസ് റാണി ആന്റി. റാണി ആന്റി സംസാരിക്കും. ഇവിടുത്തെ ആംബിയൻസ് കൊണ്ടും ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടും
ഡ്രീം വാലി റിസോർട്ട് വളരെ മനോഹരമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇനി റാണിയും ജോജിയും വരുമ്പോ നമ്മൾ ആരും ഒരു മുറി കൊടുക്കരുത്. അവിടെ എന്തോ ശാന്തി മുഹൂർത്തം എന്തോ ആയിരുന്നു തോന്നുന്നു. വാതിൽ തുറന്നത് ഇന്നലെ രാത്രി 10 മണിക്ക് അടിച്ചിട്ട് ഒരിത്തിരി മുമ്പാണ്. ഇനി ഇവിടെ മല്ലിക, സോറി, മാറിപ്പോയി. അപ്പൊ മാലിനി ഒരു മിനിറ്റ്, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ആ ജോജി ഡ്രീം വാലി റിസോർട്ടിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. അനുഭവമാണോ അത്? അനുഭവം വേണ്ട, അനുഭവങ്ങൾ പാലിച്ചു. സംസാരിക്കുക. ക്യാമറമാൻ റെഡി, ഫോട്ടോ അല്ല. തീർക്കണം കേട്ടോ. അറിയാൻ പാടില്ല, കട്ട് ചെയ്തോ. ആവശ്യത്തിന് സ്റ്റെറിലൈസ് ഇല്ല. അപ്പൊ അടുത്ത ടൂർ നമുക്ക് ഫോട്ടോ എടുക്കുന്നത് ഒരു ഫോട്ടോ അതാണ് വേണ്ടത്. ഈ പിള്ളേരെ കൂടെ തിരിക്കേണ്ട ആളാ. കൺമണി കൺമണി അഞ്ജലി 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 കൺമണി 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 സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി. പറഞ്ഞോ. നല്ല ട്രിപ്പായിരുന്നു. ഡ്രീം വാലി നമുക്ക് വളരെയേറെ നല്ല ഇതായിരുന്നു. അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ഇത് നല്ല എൻജോയ് ചെയ്ത്. വേറെ എന്താ, വൈകുന്നേരത്തെ ക്യാമ്പ് ഫയർ വളരെ അടിപൊളിയായിരുന്നു. അത് നമ്മുടെ ടീമിന്റെ ആണ് അതിന്റെ പ്രത്യേകത. ആ ടീം എല്ലാം നല്ല ടീം സെറ്റപ്പിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ചൂളയിൽ നിന്ന് നമ്മൾ തണുപ്പിലേക്ക് എത്തിയതിന്റെ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ടായി. പിന്നെ സാധിച്ചിട്ട് ഇത്തവണത്തെ ആരായിരുന്നു ഓർഗനൈസേഴ്സ്? സുന്ദർരാജും ആന്റണി മെൻഡസും ആണ്. എങ്കിലും യൂജിനാണ് ഇതിനകത്ത് യൂജിന്റെ കുടുംബവും പൂർണ്ണമായിട്ട് സഹകരിച്ചത്. നമുക്ക് യൂജിന്റെ ചെമ്മീനും പോർക്ക് ഫ്രൈയും പോർക്ക് വിന്താലു, പിന്നെ ജോളിയുടെ വൈൻ, ജോലിയുടെ പിന്നെ ഈ ഓറഞ്ച് ഒക്കെ എവിടെ പോയി? ഓറഞ്ച് കണ്ടില്ലല്ലോ. വണ്ടിയിലാണ്. പിന്നെ ഉണ്ണിയപ്പം കൊഴുക്കട്ട. നമ്മുടെ ജോജി സാർ വരുന്നുണ്ട്. ജോജി സാർ പ്ലീസ്. ഉണ്ണിയപ്പം രാവിലെ തന്നെ പല്ല് തേച്ചത് ജോജി സാറ് മറ്റേ ഉണ്ണിയപ്പം വെച്ചാണ്. കോഴിക്കോട്ട. ഇനി നമ്മുടെ എല്ലാ പരിപാടിക്കും കോഴിക്കോട്ട ഒരു സ്റ്റാർട്ടറായിട്ട്, അതിലൊരു സ്റ്റാർട്ടറായിട്ട് വേണം നമുക്ക്. ആയുസ് വർദ്ധിപ്പിക്കുന്ന. കഴിച്ചോ. ഒരു അത് തന്നെ ഒരു 100 വയസ്സ് വരെ ഇല്ലാതായി പോകും. പറഞ്ഞു കൊടുക്ക. തമിഴ്നാടാണ്. അവിടെയാണ് ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊളുക്കുമല കാണാം. അങ്ങനെയാണ് സുന്ദർരാജ് അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്തേക്ക് വരുന്നത്. ജോലിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. മാർവലസ്. ജോലി മരുമോന്റെ പേര് പറഞ്ഞതാണ്.
ഇങ്ങോട്ട് നോക്കി ടോണി. അങ്ങനെ എന്നെ കമത്തി അടിച്ച മെഴ്സിഡസ് ബെൻസിന്റെ വീരന, ഇതിനെ മദീനയാണ്, ആ മദീനയുടെ വീരനായ ടോണി ചേട്ടൻ. ആ അമൽ ഹായ് പറ, വീഡിയോയിൽ വരും. ഇതാണ് ഞങ്ങളുടെ കിളി അനിയൻ. പുള്ളിയുടെ ഫേസ് അങ്ങനെ കാണിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല, എന്നാലും ഈ ഒരൊറ്റ വ്ളോഗിൽ മാത്രം ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഇന്നലെ മലത്തിയല്ല കമത്തി അടിച്ചത്. അങ്ങോട്ട്